ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് വേൾഡ്. അപ്പോൾ നിങ്ങളെൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഒരു റിമോട്ട് ഗേറ്റ് യൂണിറ്റ്, സ്ലൈഡിംഗ് റിമോട്ട് ഗേറ്റ് യൂണിറ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. അതിൻ്റെ വർക്കിംഗ് മെത്തേഡ്, അതിൻ്റെ കോമ്പണൻസ്, അതുമാതിരി അതിൻ്റെ സെറ്റിങ്ങിൻ്റെ സ്വിച്ചസ്, ഇതൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. അതുപോലെ ഇന്ന് ഞാൻ വേറൊരു യൂണിറ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അതിൽ ഡി സി മോട്ടോർ വെച്ച് വർക്ക് ചെയ്തിരുന്ന ഒരു യൂണിറ്റ് ആയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു എ സി മോട്ടോർ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു സ്ലൈഡിംഗ് റിമോട്ട് ഗേറ്റ് യൂണിറ്റാണ്. 4C എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ യൂണിറ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ പ്രവർത്തനവും അതിൻ്റെ മെത്തേഡും എന്തൊക്കെയാണെന്ന്. അതായത് ഈ എ സി മോട്ടോർ വെച്ച് വർക്ക് ചെയ്യുന്ന യൂണിറ്റും ഡി സി മോട്ടോർ വെച്ച് വർക്ക് ചെയ്യുന്ന യൂണിറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങളും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് മറ്റൊരു യൂണിറ്റാണ്. ഇതിനകത്ത് വരുന്നത് എ സി മോട്ടറാണ്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതും കണ്ട സിസ്റ്റം ഓൾമോസ്റ്റ് സിമിലറാണ്. അതേ ഡിവൈസ് പോലെ തന്നെ സിമിലറാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിന് മാഗ്നറ്റിക് സ്വിച്ച് അല്ല, പകരം ഒരു പ്രോക്സിമിറ്റി സ്വിച്ചാണ് വരുന്നത്, അതായത് ലീഫ് സ്വിച്ചാണ് വരുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുമ്പോഴാണ് ഈ മോട്ടർ ഇതിൻ്റെ ഓഫ് ആവുക. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇത് ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചതാണ്, അതുകൊണ്ട് ഞാൻ കവർ റിമൂവ് ചെയ്യുന്നു. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ മറ്റതിൽ കണ്ടത് ഒരു ചെറിയ മോട്ടറാണ്, ഇതിൽ കാണുന്നത് അല്പം വലിയ മോട്ടറാണ്. അതായത് ഒരു എ സി മോട്ടറാണ്. മറ്റതിലുണ്ടായിരുന്നത് ഒരു ഡി സി മോട്ടറാണ്. കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഇതൊരു ഡി സി മോട്ടറാണെങ്കിൽ ഇതിനകത്ത് വരുന്നത് ഒരു എ സി മോട്ടറാണ്. ഇതിനകത്ത് മാഗ്നറ്റിക് സ്വിച്ചാണ് വരുന്നത് എങ്കിൽ ഇതിനകത്ത് പ്രോക്സിമിറ്റി സ്വിച്ചാണ് വരുന്നത്, അതായത് ഒരു ലീഫ് സ്വിച്ചാണ് ഇതിനകത്തുള്ളത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗേറ്റ് വന്ന് തള്ളുമ്പോഴാണ് മോട്ടോർ സ്റ്റോപ്പ് ആവുന്നത്. ഈ എൻഡിലേക്ക് പോയാൽ ഒരു സൈഡിലേക്ക് പോകുന്നത് ഓഫ് ആവും, ഇനി തിരിച്ച് ഇങ്ങോട്ടാണെങ്കിൽ മറു സൈഡിലേക്ക് പോകുന്നതും ഓഫ് ആവും. അതിന് ഇത് ഒരു തരം ലീഫ് സ്വിച്ചാണ് ഇതിൽ യൂസ് ചെയ്ത്, പ്രോക്സിമിറ്റി സ്വിച്ച് എന്ന് പറയും. അതാണിത്. ഇതിന് മാഗ്നറ്റിക് സ്വിച്ചാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ്. ഇതിൽ ഡി സി മോട്ടറാണ്, ഇതിൽ എ സി മോട്ടറാണ്. ഇനി ബോർഡ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബോർഡ് അല്പം വ്യത്യാസമുണ്ട്, മറ്റേതിൻ്റെ മാതിരിയല്ല, അല്പം വ്യത്യാസമുണ്ട്. പക്ഷേ കണക്ടറൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. അതേ സ്ഥാനത്ത് തന്നെ ഒരു കണക്ടറാണ് വരണത്. ഓക്കെ, ഇനിയപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് നോക്കാം, ഇതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഡിവൈസ് സത്യത്തിൽ ഡാമേജ് ആയിട്ടുള്ളൊരു ഡിവൈസാണ്, പുതിയൊരു ഡിവൈസാണിത്. അതായത് വളരെ പുതിയൊരു യൂണിറ്റാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ യൂണിറ്റ് ഡാമേജായി, മറ്റൊന്നുമല്ല. ഇത് ഞാൻ സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്ത് പോന്നു. പക്ഷേ ഇത് കണക്ട് ചെയ്തത് ഇലക്ട്രീഷ്യന്മാരാണ്. അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അബദ്ധം കൊണ്ടോ ഇതിൻ്റെ സ്വിച്ചിലേക്ക്, അതായത് ഇതിൻ്റെ സ്വിച്ചിലേക്ക് അവർ 230 വോൾട്ട് കൊടുത്തു. അതായത് സെക്കൻഡറി സൈഡിലേക്ക് 230 വോൾട്ട് കൊടുത്തതോടെ ഇതിൻ്റെ ബോർഡ് ഡാമേജ് ആയിപ്പോയി. ഫ്രഷ് പീസാണിത്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഡാമേജ് ആയിപ്പോയി. ഇൻസ്റ്റലേഷൻ കഴിഞ്ഞതിന് ശേഷം അല്പം മാസങ്ങൾക്ക് ശേഷമാണ് ഇത് ഇലക്ട്രീഷ്യൻ വന്ന് ഇതിൻ്റെ സ്വിച്ച് വയർ ചെയ്യാൻ നോക്കിയത്. വയർ ചെയ്തിട്ട് അതിലേക്ക് 230 വോൾട്ട് കൊടുത്തു. സത്യത്തിൽ 230 വോൾട്ട് കൊടുക്കണ്ട, അദ്ദേഹം അറിയാതെ കൊടുത്തതിൻ്റെ പേരിൽ ഈ ബോർഡ് ഡാമേജ് ആയിപ്പോയതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ബേണായൊരു പാട് കാണാം ഈ ഗ്ലാസ്സിന്. അതായത് വെറും സ്വിച്ച് വെറുതെ ഈ സ്വിച്ചിൻ്റെ 2 എൻഡ് കണക്ട് ചെയ്യുന്നിടത്ത് 230 വോൾട്ടും കൂടി അതിന് കൂടെ കൊടുത്തതിൻ്റെ പേരിൽ ഈ ബോർഡ് ഡാമേജ് ആയതാണ്. ആരെയും കുറ്റം പറയുന്നതല്ല, അറിവില്ലായ്മയാണെന്നുണ്ടെങ്കിൽ സത്യത്തിൽ അത് അറിവുള്ളവരോട് ചോദിച്ച് ചെയ്യേണ്ടതൊരാവശ്യമാണ്. ഇതാരെയും ഞാൻ കുറ്റം പറയുന്നതല്ല. പക്ഷേ ഇത്രയും വിലപിടിപ്പുള്ളൊരു സാധനം ചെയ്യുമ്പോൾ അറിവില്ലെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒഴിയുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മുടെ ധാരണ പ്രകാരം നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലെ ബോർഡ് ഡാമേജ് ആയി പോകും. ഇതിപ്പോൾ ആ കസ്റ്റമർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു വേസ്റ്റായ അവസ്ഥയായി. ഇനി ഈ ബോർഡ് റീപ്ലേസ് ചെയ്യണം. അത്യാവശ്യം കോസ്റ്റ്ലി ബോർഡാണ്. ഇത് ഡയറക്റ്റ്ലി അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബോർഡ് വരുത്തണം. അതിന് ഒരുപാട് സമയമെടുക്കും. ഓർഡർ ചെയ്താൽ തന്നെ ഏകദേശം ഒരു മാസത്തിന് അടുത്തെടുക്കും ഈ ബോർഡ് കിട്ടാനായിട്ട്. ബോർഡിനും അത്യാവശ്യം നല്ല വിലയുണ്ട്. വില ഞാനിവിടെ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, മറ്റൊന്നുകൊണ്ടുമല്ല. അത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ വേറെ വിലയാവും. അതുകൊണ്ട് അതൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ആ വേണ്ട സമയത്ത് എൻക്വയറി ചെയ്ത് എന്താണ് വില അതനുസരിച്ചിട്ട് നമ്മൾ ബോർഡ് ഓർഡർ ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇത് ഓൾറെഡി ഞാൻ തുറന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് ജസ്റ്റ് ഒരു സ്ക്രൂ ഇട്ട് വെച്ചു എന്ന് മാത്രം. ഇനി കസ്റ്റമർ പറയുന്നതോടെ ഇത് നേരെയാക്കി കൊടുക്കണം. ഞാനിത് ബോർഡ് നന്നാക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. കസ്റ്റമറും പേഷ്യൻ്റ് അത്യാവശ്യം ക്ഷമയുള്ളൊരു കസ്റ്റമർ ആയതുകൊണ്ട് അദ്ദേഹം ഒന്നും പറയുന്നില്ല. പക്ഷേ ഇത് ചെയ്തു കൊടുക്കണം. ഈ ബോർഡിനുള്ള സ്പെയർ കിട്ടുമോ എന്ന് കാത്തിരിക്കുകയാണ്.
ഇനി ഇതുപോലെ വല്ല ഡാമേജായ ബോർഡ്, അതായത് നന്നാക്കാൻ പറ്റാത്ത ബോർഡ് വരും, അതിനകത്ത് IC നല്ലതുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ബോർഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, റീപ്ലേസ് ചെയ്യുന്ന ബോർഡിൽ നിന്ന് സ്പെയർ കിട്ടുകയാണെങ്കിൽ അത് വെച്ച് ഈ ബോർഡ് നേരെയാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇതിൽ വെച്ചിരിക്കുന്നത് ഒരു പഴയ ബോർഡാണ്. ഇതിൻ്റെ ബോർഡ് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. അത് ഓൾറെഡി ICകളൊക്കെ പോയി, എല്ലാ ICകളും അതിൽ ഡാമേജായി. 230 വോൾട്ട് ഈ കണക്ടറിൽ കൊടുത്തതിൻ്റെ പേരിൽ എല്ലാ ICകളും ഡാമേജ് ആയിപ്പോയി. അപ്പോൾ ആ ബോർഡ് ഞാൻ റിമൂവ് ചെയ്ത് അതിൻ്റെ IC ഒക്കെ റിമൂവ് ചെയ്ത് അവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് വേറൊരു ബോർഡാണ്. സത്യത്തിൽ ഇതും സർവീസിന് വന്നൊരു ബോർഡാണ്. പക്ഷേ ഇതിന്ന് എനിക്ക് അതിലേക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം ഈ ബോർഡ് നന്നാക്കി കൊടുക്കേണ്ട ബോർഡാണ്. അതുകൊണ്ട് ഇതിന്ന് എനിക്കൊരു സ്പെയർ എടുക്കാൻ പറ്റില്ല. ഈ ബോർഡ് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇതിന്ന് എനിക്ക് സ്പെയർ കിട്ടും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ബോർഡ് നേരെയാക്കാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ നന്നാക്കി കൊടുക്കേണ്ട ബോർഡായതുകൊണ്ട് ഇതിന്ന് സ്പെയർ കിട്ടില്ല. ഇതുപോലെ ഇനിയും ബോർഡുകൾ വരും. ആ സമയത്ത് സ്പെയർ കിട്ടുകയാണെങ്കിൽ എനിക്കത് നിസ്സാര വിലയ്ക്ക് അദ്ദേഹത്തിന് അത് നേരെയാക്കി കൊടുക്കാൻ പറ്റും. കാരണം അദ്ദേഹം അത് ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കുന്നതിന് മുമ്പേ അത് കേടായിപ്പോയതാണ്. അപ്പോൾ ഞാനും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ ബോർഡിനകത്ത് നോക്കാം. നേരത്തെ കണ്ട ബോർഡിൻ്റെ ഓൾമോസ്റ്റ് സിമിലറാണ് ഈ ബോർഡ്, പക്ഷേ ഇതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇനി അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ ബോർഡ് പരിചയപ്പെടാം. മറ്റേതിനേക്കാളും കുറച്ച് വ്യത്യാസമുണ്ട് ഈ ബോർഡിന്, നിങ്ങൾക്ക് കണ്ടാലറിയാം. കണക്റ്റേഴ്സൊക്കെ ഓൾമോസ്റ്റ് സിമിലറാണ്, പക്ഷേ എഴുതിയിട്ടുള്ളതിലും ചില വ്യത്യാസങ്ങളുണ്ട്. മറ്റേതിൽ എഴുതിയ പോലെയല്ല, ഇതിൻ്റെ ഡാറ്റ വ്യത്യാസമുണ്ട്, ഈ പിന്നിൻ്റെ ഡാറ്റകളും വ്യത്യാസമുണ്ട്. അതുപോലെ ഇതിന് ലൈറ്റ് ഉണ്ട്, അതായത് ഇൻഡിക്കേറ്റർ ലൈറ്റുകളുണ്ട്. നമ്മൾ സെറ്റിങ്സൊക്കെ ഈ ഇൻഡിക്കേഷനിൽ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മെയിൻ പ്രോസസ്സർ ഇതാണ്, അതായത് ഒരു പിക്ക് IC ആണ്. ഇതിൻ്റെ മെയിൻ പ്രോസസ്സറാണിത്, CPU. പിന്നെ ഇതിന് പ്രോഗ്രാം സേവ് ചെയ്യണത് EEPROM-ലാണ്. ഇതൊരു EEPROM-ആണ്. ഇതിലാണ് പ്രോഗ്രാമൊക്കെ സേവ് ചെയ്യണത്. ചാവിയുടെ ഡാറ്റയൊക്കെ സേവ് ചെയ്യുന്നത് EEPROM-ലാണ്. ഓക്കെ, ഇതിൻ്റെ RF ബോർഡാണ്. മറ്റേ യൂണിറ്റിൽ കണ്ട പോലെ തന്നെ ഇതും ഇതിൻ്റെ ഒരു RF യൂണിറ്റാണ്, RF ബോർഡാണ്. പിന്നെ ഇത് നമുക്ക് ചാവി പ്രോഗ്രാം ചെയ്യാനുള്ളൊരു ബട്ടണാണ്. ഇത് ചാവി പ്രോഗ്രാമിനും ഇത് ചെയ്യാനും ഇത് ഈ ബോർഡ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ബട്ടണാണ്. ഇങ്ങനെ 2 ബട്ടണാണ് ഇതിലുള്ളത്. ബാക്കി സെറ്റിങ്സ് മുഴുവൻ ഈ ഡിപ്പ് സ്വിച്ചിലാണ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ പഴയ ഒരു യൂണിറ്റ് കണ്ടതിൽ എല്ലാം ഇങ്ങനത്തെ ബട്ടൺ ത്രൂ ആയിരുന്നു. എങ്കിൽ ഇതിൽ അങ്ങനെയല്ല, ഇതിൽ ഡിപ്പ് സ്വിച്ച് വഴിയാണ് നമ്മൾ ആ സെറ്റിങ്സൊക്കെ സെറ്റ് ചെയ്യണത്. ഓക്കെ, അതുപോലെ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ, അതായത് അതിൻ്റെ ടോർക്കും സ്പീഡൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പ്രീസെറ്റാണ് ഇത്. ഇത് വെച്ച് നമുക്ക് അതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മറ്റേ ഡിവൈസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ബോർഡ് മൊത്തം DCയിലാണ് വർക്ക് ചെയ്തതെന്ന് എങ്കിൽ ഇതിലങ്ങനെയല്ല. ഇതിലൊരു ഹാഫ് പോർഷൻ DCയും ഹാഫ് പോർഷൻ AC-യാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ 2 റിലേ കാണാം. ഈ റിലേ ആണ് മോട്ടർ കൺട്രോൾ ചെയ്യുന്നത്. ഒരു റിലേ മോട്ടറും അതുമാതിരി ഞാൻ പറഞ്ഞു അലേർട്ട് ലൈറ്റ് ഉണ്ടാകും ഗേറ്റിൻ്റെ മുകളിലായിട്ട്, ആംബുലൻസിൻ്റെ മുകളിലൊക്കെ ഉള്ള മാതിരി ഒരു ലൈറ്റ്, അത് ഓണാക്കാനുള്ള റിലേ ആണ്. ഒരു റിലേ നമുക്ക് AC മോട്ടറായതുകൊണ്ട് വൈൻഡിങ്ങിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാനുള്ളതാണ് ഒരു റിലേ. അപ്പോൾ ഈ വൈൻഡിങ്ങിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ മോട്ടറിൻ്റെ ഡയറക്ഷൻ മാറും. അപ്പോൾ തുറക്കലും അടയ്ക്കലും നമുക്ക്, അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ തുറക്കലും അടയ്ക്കലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനുള്ള പൊളാരിറ്റി, അതായത് വൈൻഡിങ്ങിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാനുള്ള റിലേ ആണ് ഇത്. ഓക്കെ, ഇങ്ങനെ 2 റിലേ ഇതിനുള്ളൂ. മറ്റേതിന് 3 റിലേ ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് 2 റിലേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു ഇതൊരു സെക്കൻഡറി സൈഡാണ്, അതായത് ഒരു ലോ വോൾട്ടേജ് സൈഡാണ്. അതേസമയം ഇതൊരു ഹൈ വോൾട്ടേജ് സൈഡാണ്. ഇപ്പോൾ ഈ ഭാഗത്തുള്ളത് 230 വോൾട്ടും ഈ ഭാഗത്തുള്ളത് 12 വോൾട്ടും 5 വോൾട്ടുമാണ്. അപ്പോൾ ഇത് തമ്മിൽ ലിങ്ക് ഇല്ല, അതായത് ഐസൊലേറ്റഡ് ആണ്. ഈ ഡിവിഷനും തമ്മിൽ ഐസൊലേറ്റഡ് ആണ്. ഇനി ഇതിൽ നിന്നുള്ള സിഗ്നൽ ഇതിലേക്ക് സെൻഡ് ചെയ്യണത് ഈ ഓപ്റ്റോ കപ്ലർ വഴിയാണ്. നിങ്ങൾക്ക് ഇവിടെ 3 ICകൾ കാണാം. ഒരു വെള്ള IC, പിന്നെ 2 ചെറിയ 4 കാലുള്ള 2 ചെറിയ, ഇതാണ് ഓപ്റ്റോ കപ്ലേഴ്സ്. ഈ ഓപ്റ്റോ കപ്ലർ വഴിയാണ് സിഗ്നൽ ഈ അതായത് മോട്ടറിൻ്റെ സൈഡിലേക്ക് സെൻഡ് ചെയ്യണത്. ഇവിടെ ഒരു ട്രാൻസിസ്റ്റർ നിങ്ങൾക്ക് കാണാം. ഫ്രണ്ട്സ്, ഈ ഒരു ട്രാൻസിസ്റ്റർ അല്ല, ഒരു ട്രയാക്കാണ്. ഈ ട്രയാക്കാണ് മോട്ടറിൻ്റെ AC മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. ഈ ട്രയാക്കിലേക്കുള്ള പൾസ്, ഇവിടെ ഒരു IC ഉണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇവിടെ ഒരു വെള്ള IC കാണാം നിങ്ങൾക്ക്, ഒരു ഓപ്റ്റോ കപ്ലർ. ഈ ഓപ്റ്റോ കപ്ലർ ത്രൂ ആണ് ഈ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള സിഗ്നൽ ഈ ട്രയാക്കിലേക്ക് സെൻഡ് ചെയ്യണത്. അപ്പോൾ ഇത് മൊത്തം ഐസൊലേറ്റഡ് ആയതുകൊണ്ടാണ് ഓപ്റ്റോ കപ്ലേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഹൈ വോൾട്ടേജ് ഈ സൈഡിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്റ്റോ കപ്ലർ ഉപയോഗിച്ച് സിഗ്നൽ അങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത്. ഇത്
മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഈ ട്രയാക്കിലേക്കുള്ള സിഗ്നൽ സെൻഡ് ചെയ്യാനുള്ള ഒപ്റ്റോ കപ്ലറാണ്. അതേസമയം ഈ രണ്ട് IC മോട്ടോർ ഓടുന്ന സിഗ്നൽ തിരിച്ച് ഈ ബോർഡിലേക്ക് സെൻഡ് ചെയ്യാനുള്ള രണ്ട് ഒപ്റ്റോ കപ്ലറാണ്. അതായത് ഈ ഒപ്റ്റോ കപ്ലർ സിഗ്നൽ അങ്ങോട്ട് സെൻഡ് ചെയ്യുമ്പോൾ ഈ രണ്ട് ഒപ്റ്റോ കപ്ലർ സിഗ്നൽ ഈ സൈഡിൽ നിന്ന് തിരിച്ച് ഈ സെക്കൻഡറി സൈഡിലേക്ക് സെൻഡ് ചെയ്യാനുള്ളതാണ്. അതായത് മോട്ടോർ ഓടുന്നുണ്ട് എന്നുള്ളതൊക്കെ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഒപ്റ്റോ കപ്ലറാണ്. ഇത് മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഒപ്റ്റോ കപ്ലറാണ്. അതായത് ഈ ട്രയാക്കിലേക്കുള്ള സിഗ്നൽ സെൻഡ് ചെയ്യുന്നത് ഈ ഒപ്റ്റോ കപ്ലർ വഴിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നുള്ള സിഗ്നൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഐസൊലേറ്റ് ചെയ്തിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അത് ഒപ്റ്റോ കപ്ലർ വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ബോർഡിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇത് AC മോട്ടർ ആയതുകൊണ്ടാണ് ഇങ്ങനൊരു വ്യത്യാസം. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളതിൽ കണ്ട പോലെ തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു പ്രോസസ്സറാണ്, മെയിൻ പ്രോസസ്സറാണ്. ഇതും ഇതുമാതിരി ഡാമേജ് വരാറുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു 230 വോൾട്ട് കൊടുത്തതിൻ്റെ പേരിൽ മറ്റതിൻ്റെ എല്ലാ ICകളും ഡാമേജ് ആയിപ്പോയി. RF ബോർഡ് ഡാമേജ് ആയിപ്പോയി. അപ്പോൾ അതിലെല്ലാ IC മാറണം. അപ്പോൾ അത് കിട്ടിയാലേ അത് നന്നാക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും അതുമാതിരി ഒരു വലിയ കണക്ടർ ഉണ്ട്. ഈ കണക്ടറിലാണ് നമ്മൾ IR സെൻസർ, അതായത് ഇപ്പോൾ പറഞ്ഞു ഗേറ്റിൻ്റെ രണ്ട് സൈഡിലും ഓരോ IR സെൻസർ ഉണ്ടാവും, ട്രാൻസ്മിറ്ററും റിസീവറും ഉണ്ടാവും. അപ്പോൾ വാഹനം ഗേറ്റിനിടയിൽ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഗേറ്റ് തിരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അടയാതിരിക്കാനായിട്ട് IR സെൻസർ കണക്ട് ചെയ്യണത് ഇതിലാണ്. അപ്പോൾ ആ IR സെൻസറിൻ്റെ കണക്ടർ ഇതിലാണ് വരുന്നത്. അതുമാതിരി വീടിനകത്തുള്ള തുറക്കാനും അടയ്ക്കാനുള്ള സ്വിച്ച് വയർ ചെയ്ത് സ്വിച്ച് കണക്ട് ചെയ്യണതും ഈ കണക്ടറിലേക്കാണ്. അതിനുള്ള ഇതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഏകദേശം കാണാം. ഓക്കെ ഫ്രണ്ട്സ്, കാണും എന്ന് ഞാൻ വിചാരിക്കണം. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കാണാം. ഇതിൽ ഇവിടെ അതിൻ്റെ ഇൻഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്, ഈ കണക്ടേഴ്സ് എന്തിനുള്ളതാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു, അകത്തുള്ള സ്വിച്ച് വയർ ചെയ്ത സ്വിച്ച് കണക്ട് ചെയ്യാനുള്ളത്, പിന്നെ IR സെൻസർ കണക്ട് ചെയ്യാനുള്ളത്, പിന്നെ ഇതിന് വോൾട്ടേജ് ഔട്ട്പുട്ട് എടുക്കാനുള്ളതുണ്ട്, പിന്നെ ലോക്ക് ഉണ്ട് ഇതിന്. അതായത് നമുക്ക് ഗേറ്റിന് ലോക്ക് ഉണ്ടെങ്കിൽ സോളിനോയിഡ് ലോക്ക് റിലീസ് ചെയ്യാനുള്ള കണക്ടർ കണക്ട് ചെയ്യാം. അങ്ങനെയുള്ള കുറേ കണക്ഷൻസ് ഇതിലുണ്ട്. അപ്പോൾ ഈ ബോർഡിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ഞാൻ തരാം. ഇത് 4C എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഡ്രൈവ് യൂണിറ്റാണ്. അപ്പോൾ ഇത് അത്യാവശ്യം ഞാൻ 2-3 ബോർഡ് നന്നാക്കിയോണ്ട് ഈ ബോർഡ് എനിക്ക് അത്യാവശ്യം പരിചയമുള്ള ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ മൊത്തം ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. ഈ ബോർഡ് സർവീസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ രണ്ട് ഡിവൈസും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ ഫ്രണ്ട്സ്, ഇനി ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വരും വീഡിയോയിൽ പറയാം. ഇതും ഞാൻ ഇൻസ്റ്റാൾ ചെയ്യണത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഈ യൂണിറ്റ് സത്യത്തിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്ലൈഡിങ് റൂഫിന് വേണ്ടിയിട്ടാണ്, ഗേറ്റിനല്ല. ഒരു ടോപ്പിൽ ട്രസ്സിന് മുകളിലുള്ള ഒരു സ്ലൈഡിങ് പോർഷൻ, അതായത് എന്താ പറയുക, റൂഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനാണ് ഈ ഡിവൈസ് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇത് ഡാമേജ് ആയിപ്പോയി. അതിൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനി ഇത് നന്നാക്കി എടുക്കണം. ആ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് റിമോട്ട് ഗേറ്റിൻ്റെ ഈ ഡ്രൈവിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഐ എം ഷജീവ്, സൈനിങ് ഓഫ്.